വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കേസിൽ കെ.എം. മാണിക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ച നിയമോപദേശകൻ മുരളീകൃഷ്ണയ്ക്കെതിരെ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. മാണിക്കെതിരായ ഫയലുകൾ കോടതിയിൽ ഹാജരാക്കാതെ മറച്ചുവെച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം. കോഴിക്കോട് കേസ് അന്വേഷണം ശക്തിപ്പെടുത്തുന്നതിനായി വിജിലൻസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മുൻപ് കോഴിക്കോട് കേസ് കോട്ടയം വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്കെത്തിയപ്പോൾ മാണിക്കെതിരായ തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്നില്ല. നിർണായക ഫയലുകൾ മറച്ചുവെച്ച് കെ.എം. മാണിയെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി. ഈ അട്ടിമറിക്ക് പിന്നിൽ വിജിലൻസിന്റെ അന്നത്തെ നിയമോപദേശകനായിരുന്ന പി.കെ. മുരളീകൃഷ്ണയാണെന്നും വിജിലൻസിന് വ്യക്തമായി. ഈ സാഹചര്യത്തിലാണ് കേസ് അട്ടിമറി സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചത്. നിയമോപദേശകൻ നടത്തിയ അട്ടിമറിക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നും വിജിലൻസ് സംശയിക്കുന്നു. 2.5 വർഷം സസ്പെൻഷനിലായിരുന്ന നിയമോപദേശകനെ തിരിച്ചെടുത്തതും സസ്പെൻഷൻ കാലത്തെ ശമ്പളാനുകൂല്യങ്ങൾ ഇയാൾക്ക് നൽകിയതും UDF സർക്കാരായിരുന്നു. കെ.എം. മാണിയുടെ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടെന്ന നിഗമനത്തിലാണ് വിജിലൻസ്. ഈ സാഹചര്യത്തിൽ കോഴിക്കോട് സംബന്ധിച്ച് അന്വേഷണം ശക്തമാക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇതിനായി നിലവിലുള്ള സംഘത്തെ മാറ്റി സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ATM തട്ടിപ്പിലൂടെ മുതിർന്ന മലയാളി UN ഉദ്യോഗസ്ഥൻ CV ആനന്ദബോസിന്റെ മകന്റെ പണം നഷ്ടമായി. 3 ലക്ഷം രൂപയാണ് അമേരിക്കയിലെ മാൻഹട്ടനിൽ വെച്ച് ATMിലൂടെ പിൻവലിക്കപ്പെട്ടത്. ദില്ലിയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് മകന്റെ ഡോളർ അക്കൗണ്ടിലേക്ക് ആനന്ദബോസ് തന്നെയാണ് പണം നിക്ഷേപിച്ചത്. ഈ മാസം 15-നാണ് പണം നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ അമേരിക്കൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുൻ IAS ഓഫീസറും യുണൈറ്റഡ് നേഷൻസിൽ ഉദ്യോഗസ്ഥനുമായ CV ആനന്ദബോസിന്റെ മകന്റെ പേരിലുള്ള ഡോളർ കാർഡിൽ നിന്നാണ് പണം പിൻവലിക്കപ്പെട്ടത്. ദില്ലി ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് ആനന്ദബോസ് മകന്റെ പേരിലുള്ള ഡോളർ കാർഡിലേക്ക് പണം നിക്ഷേപിക്കുകയായിരുന്നു. അമേരിക്കയിൽ ഒരു സ്വകാര്യ ആവശ്യത്തിനായി എത്തിയ ആനന്ദബോസിന്റെ മകന്റെ ഫോണിലേക്ക് മാൻഹട്ടനിലെ ഒരു ATMിൽ നിന്നും പണം പിൻവലിക്കപ്പെട്ടതായി തുടർന്ന് സന്ദേശമെത്തി. ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ ബാക്കിയുള്ള പണം ഉടൻ പിൻവലിക്കാൻ നിർദ്ദേശം ലഭിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കകം തന്നെ മുഴുവൻ പണവും മോഷ്ടാക്കൾ പിൻവലിച്ചു കഴിഞ്ഞിരുന്നു. തുടർച്ചയായ 5 ഇടപാടുകളിലൂടെയാണ് പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്നത്. മാൻഹട്ടൻ പോലീസിൽ മകൻ പരാതി നൽകിയതായി CV ആനന്ദബോസ് പറഞ്ഞു. ആ കാർഡ് ചേസ് മാൻഹട്ടൻ ബാങ്കിൻ്റെ ATMിൽ ന്യൂയോർക്കിൽ വെച്ച് ഉപയോഗിച്ചപ്പം അതിൽ വന്നത് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്നാണ്. അപ്പോൾ ആ സമയത്ത് $5000-ലധികം അതിൻ്റെ അകത്തുണ്ട്. ബാങ്കുമായിട്ട് ടേക്കപ്പ് ചെയ്തു. ഫെഡറൽ ബാങ്കായിരുന്നു. മാസ്റ്റർ കാർഡുമായിട്ട് ടേക്കപ്പ് ചെയ്തു. ഡൽഹി പോലീസിന് ഡയറക്റ്റായിട്ട് പരാതി കൊടുത്തില്ല. സംഭവം നടന്നത് ന്യൂയോർക്കിലായതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും ATM തട്ടിപ്പിലൂടെ പണം നഷ്ടമായ വാർത്തകൾ വരുന്നതിനിടെയാണ് അമേരിക്കയിൽ വെച്ച് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത ബന്ധുവിന്റെ പണം നഷ്ടമായത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മുത്തലാഖിനെതിരെ CPIM മുത്തലാഖ് നിർത്തലാക്കണമെന്നുള്ള മുസ്ലിം സ്ത്രീകളുടെ ആവശ്യത്തിന് പിന്തുണ നൽകുന്നതായി CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി. മുത്തലാഖ് സ്ത്രീകളുടെ അവകാശങ്ങളുടെ ലംഘനമാണ്. ഹിന്ദു വ്യക്തി നിയമങ്ങളും പരിഷ്കരിക്കണമെന്നും എന്നാൽ ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും PB ചൂണ്ടിക്കാട്ടി. മുത്തലാഖ് വഴിയുള്ള വിവാഹമോചനം, വ്യക്തി നിയമങ്ങൾ, ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയ കാര്യങ്ങളിൽ പാർട്ടി നിലപാട് വിശദീകരിച്ചുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. മുത്തലാഖ് നിർത്തലാക്കണമെന്നുള്ള മുസ്ലിം സ്ത്രീകളുടെ ആവശ്യത്തിന് ഒപ്പമാണ് CPIM. മുത്തലാഖ് സ്ത്രീകളുടെ അവകാശങ്ങളുടെ നിഷേധമാണ്. ഭൂരിപക്ഷം ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും മുത്തലാഖ് വഴിയുള്ള വിവാഹമോചനം അനുവദിക്കുന്നില്ലെന്നും CPIM ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഹിന്ദു വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കേന്ദ്ര സർക്കാർ വാദം ദുരുദ്ദേശപരമാണ്. സ്ത്രീ സമത്വം ഉറപ്പുവരുത്തുകയല്ല ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വയ്ക്കുകയാണ്. ഹിന്ദു വ്യക്തി നിയമങ്ങളും പരിഷ്കരിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. ദത്തെടുക്കൽ, സ്വത്തവകാശം, പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഹിന്ദു വ്യക്തി നിയമങ്ങൾ അനുസരിച്ച് ഇപ്പോഴും സ്ത്രീകൾ വിവേചനം നേരിടുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന മുൻനിലപാട് CPIM ആവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുത്തലാഖ് മനുഷ്യത്വരഹിതമെന്ന് മന്ത്രി KT ജലീൽ. മുത്തലാഖിന്റെ കാര്യത്തിൽ മുസ്ലിം സംഘടനകൾ അധികം വൈകാതെ ഏകാഭിപ്രായത്തിലെത്തുമെന്നും എന്നാൽ മുത്തലാഖിന്റെ മറവിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കരുതെന്നും മന്ത്രി ജലീൽ പറഞ്ഞു. മുത്തലാഖ് വിഷയത്തെ ആസ്പദിച്ച് ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു വിഷയത്തെ ആസ്പദിച്ച് മാത്രം ഏക സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ള ശ്രമം, അതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയുകയാണ് വേണ്ടത്. മുത്തലാഖിൻ്റെ കാര്യത്തിൽ തന്നെ മുസ്ലിം സംഘടനകൾ, ഞാൻ മനസ്സിലാക്കുന്നത്, അധികം വൈകാതെ ഒരു ഏകാഭിപ്രായത്തിലെത്തുമെന്നുള്ളതാണ്. പൊതുവായി ഒരു ഇൻഹ്യൂമനാണ് സത്യത്തിൽ മുത്തലാഖ് എന്ന് പറയുന്നത്. ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ എല്ലാ വിഭാഗം ആളുകൾക്കിടയിലുണ്ട്.
കോഴിക്കോട് പാളയത്ത് ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ഹോട്ടലുകൾക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. ഹോട്ടലുകളിൽ മാംസാഹാരം വിൽക്കരുതെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. ഹോട്ടലുകൾക്ക് സമീപം ഹിന്ദു ഐക്യവേദി പോസ്റ്ററുകൾ പതിച്ചു. കോഴിക്കോട് പാളയത്തിന് സമീപത്തെ തെരുവിലാണ് നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഹിന്ദു ഐക്യവേദിയുടെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. അമ്പലത്തിന് സമീപത്തെ തെരുവിൽ മാംസാഹാരം വിൽക്കാൻ അനുവദിക്കില്ലെന്നും പൂജാസാധനങ്ങൾ വിൽക്കുന്ന പ്രദേശം ആയതുകൊണ്ടുതന്നെ മാംസാഹാരം അശുദ്ധി ഉണ്ടാക്കുമെന്നുമാണ് ഹിന്ദു ഐക്യവേദിയുടെ മുന്നറിയിപ്പ്. ഇത് ഭക്തജനങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്ര കമ്മിറ്റികളുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലക്കാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. ക്ഷേത്രങ്ങൾക്ക് നടുവിൽ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് പറയുന്നത് ആ ക്ഷേത്രങ്ങളെ അശുദ്ധിപ്പെടുത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. പാളയത്തെ തുടങ്ങാനിരിക്കുന്ന ഹോട്ടലിന് മുൻപിലാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. എന്നാൽ താൻ നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് തീരുമാനം പോലും എടുത്തിട്ടില്ലെന്നും ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധത്തിന് പിൻപിൽ ഗൂഢലക്ഷ്യമാണെന്നും ഹോട്ടൽ ഉടമ പറയുന്നു. നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ ഒരു കാരണവശാലും പാളയത്തെ തെരുവിൽ തുടങ്ങാൻ അനുവദിക്കില്ലെന്നും തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ടു പോകാനുമാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും പോലീസ് മേധാവിക്കും ഹിന്ദു ഐക്യവേദി പരാതി നൽകാനും തീരുമാനിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പേസ് ഇന്റർനാഷണൽ സ്കൂളിലെ വിവാദ പാഠപുസ്തകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വൈറ്റില ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പീസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KS അരുൺകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിവാദ പാഠപുസ്തകം പിൻവലിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മതനിരപേക്ഷ നിലപാടിനെ തകർക്കുന്ന പരാമർശങ്ങൾ പുസ്തകത്തിലില്ലെങ്കിൽ അത് വ്യക്തമാക്കിക്കൊണ്ട് പൊതുജനത്തിനുണ്ടായ ആശങ്ക ദൂരീകരിക്കാനുള്ള ബാധ്യത പീസ് സ്കൂൾ മാനേജ്മെന്റിനും അന്വേഷണ ഏജൻസിക്കുമുണ്ടെന്ന് അരുൺകുമാർ പറഞ്ഞു. വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കാൻ ന്യൂനപക്ഷങ്ങൾ വഹിച്ച പങ്ക് വലുതാണെന്നും എന്നാൽ ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടണമെന്നും നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും വർഗീയതയെ മാനവികതയും മനുഷ്യസ്നേഹവും കൊണ്ട് നേരിടണമെന്നും അരുൺകുമാർ പറഞ്ഞു. UDF പ്രതിനിധി സംഘം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് UDF സംഘം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പീസ് സ്കൂളിനെതിരെ ധൃതി പിടിച്ച് FIR ഇട്ടത് ശരിയായില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു. തിടുക്കത്തിലെ പോലീസ് നടപടികൾക്ക് പകരം വിദ്യാഭ്യാസ വകുപ്പ് വിശദമായി സിലബസ് പരിശോധിക്കുകയാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടു. ഏകീകൃത വ്യക്തി നിയമനത്തിനെതിരായ വികാരവും UDF കക്ഷി നേതാക്കൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. കേരള കോൺഗ്രസ് എമ്മിൽ അധികാര കൈമാറ്റം. ജോസ് കെ മാണിയെ ഏക വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്തു. PC ജോർജ് കൈകാര്യം ചെയ്ത പദവിയാണിത്. സംസ്ഥാന കമ്മിറ്റി അറിയാതെയാണ് തീരുമാനം. മാണി ഗ്രൂപ്പിലെ സീനിയർ നേതാക്കളും PJ ജോസഫിനോട് ഒപ്പമുള്ളവരും തീരുമാനത്തിൽ അതൃപ്തരാണ്. ജോസ് കെ മാണിയെ ഏക വൈസ് ചെയർമാനാക്കണമെന്ന് ഈ മാസം 9-ന് കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ KM മാണി ആവശ്യപ്പെട്ടിരുന്നു. മാണിയുടെ ആവശ്യത്തെ PJ ജോസഫ് ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന സമിതിയിൽ എതിർത്തു. നവംബർ 15-ന് സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കെ വൈസ് ചെയർമാനെ സംസ്ഥാന കമ്മിറ്റി നോമിനേറ്റ് ചെയ്യേണ്ടതില്ലെന്നായിരുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ വാദം. ഈ എതിർപ്പ് മറികടക്കാനാണ് KM മാണി വിഭാഗത്തിന് വലിയ ഭൂരിപക്ഷമുള്ള ഉന്നതാധികാര സമിതി വിളിച്ചു ചേർത്ത് ജോസ് കെ മാണിയെ വൈസ് ചെയർമാനായി പ്രഖ്യാപിച്ചത്. ഇന്നലെ വൈകിട്ട് ചേർന്ന ഉന്നതാധികാര സമിതിയിലാണ് തീരുമാനം. PC ജോർജ് വഹിച്ചിരുന്ന വൈസ് ചെയർമാൻ പദവി ഒഴിഞ്ഞു കിടക്കുന്നതിനാലാണ് അടിയന്തര തീരുമാനമെന്നാണ് മാണിയോട് അടുപ്പമുള്ളവരുടെ വിശദീകരണം. എന്നാൽ ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, KC ജോസഫ് തുടങ്ങിയ പ്രധാന നേതാക്കൾ പുറത്തുപോയപ്പോൾ വന്ന ഒഴിവ് നികത്തിയിട്ടില്ല. ജോസഫ് വിഭാഗത്തിനു പുറമെ മാണി ഗ്രൂപ്പിലെ സീനിയർ നേതാക്കൾക്കും ജോസ് കെ മാണിയുടെ കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്. നേരത്തെ മാണി ഗ്രൂപ്പിലെ പ്രധാന നേതാക്കൾ പാർട്ടി വിട്ടപ്പോൾ ആരോപിച്ചത് പാർട്ടിയിൽ കുടുംബവാഴ്ച നടപ്പിലാക്കാൻ KM മാണി ശ്രമിക്കുന്നുവെന്നാണ്. ജോസ് കെ മാണിക്ക് സംസ്ഥാന കമ്മിറ്റി പോലും അറിയാതെ അധികാരം കൈമാറിയത് പാർട്ടി വിട്ടവരുടെ ആരോപണം ശരിവെക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. KPCC പുനഃസംഘടന വൈകുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. അടുത്ത മാസം ആദ്യവാരത്തോടെ പുനഃസംഘടന നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഹൈക്കമാൻഡ് നേതൃത്വം KPCCക്ക് നിർദ്ദേശം നൽകി. ഗ്രൂപ്പ് തർക്കം മൂലമാണ് പുനഃസംഘടന വൈകുന്നതെന്നാണ് സൂചന. രാഹുൽ ഗാന്ധിയുമായി VM സുധീരൻ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്കുമൊത്ത് KPCC അധ്യക്ഷൻ VM സുധീരൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃസംഘടനയ്ക്കായി ഹൈക്കമാൻഡ് നിശ്ചയിച്ച സമയക്രമങ്ങൾ കേരളത്തിൽ പാലിക്കാത്തതിലുള്ള അതൃപ്തി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഗ്രൂപ്പ് തർക്കം പുനഃസംഘടന വൈകുന്നതിന് കാരണമാകുന്നതായാണ് വിലയിരുത്തൽ. നിയമസഭ നടക്കുന്നതും പ്രതിപക്ഷം എന്ന നിലയിൽ തിരക്കുകൾ വന്നതുമാണ് പുനഃസംഘടന വൈകാൻ കാരണമെന്ന് പിന്നീട് മാധ്യമങ്ങളെ കണ്ട VM സുധീരൻ അറിയിച്ചു. അടുത്ത മാസം ആദ്യവാരത്തോടെ DCC പുനഃസംഘടനാ നടപടികൾ പൂർത്തീകരിക്കും.
ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി കഴിവുള്ളവരെ തലപ്പത്ത് കൊണ്ടുവരും. വരുന്ന മാസം ആദ്യത്തോടുകൂടി തന്നെ, നവംബർ ആദ്യത്തോടുകൂടി തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അപ്രതീക്ഷിതമായി ചില സംഗതികൾ വന്നപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധ അതിലേക്ക് പതിയേണ്ടി വന്നു. അതിൻ്റേതായ അല്പസമയം എടുത്തു എന്നുള്ളതല്ലാതെ ഇത് ഏതെങ്കിലും കാരണവശാൽ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ള പ്രശ്നം വരുന്നില്ല, നീണ്ടുപോകില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തേണ്ട ഐ ഗ്രൂപ്പ് അംഗങ്ങളുടെ ലിസ്റ്റും കൈമാറി. ഇതിനു പിന്നാലെയാണ് VM സുധീരൻ ദില്ലിയിലെത്തിയത്. അടുത്ത ദിവസം ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പിന്റെ പ്രതിഷേധം വ്യക്തമാക്കാൻ രാഹുലിനെ കാണും. നിശ്ചയിക്കപ്പെട്ട സമയക്രമങ്ങളെല്ലാം തെറ്റിയതുള്ള അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട്. അക്കാരണത്താലാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറെ മുന്നിലാണെന്ന് കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി വെങ്കയ്യ നായിഡു. കേന്ദ്ര പദ്ധതികളുടെ സംസ്ഥാനതല അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതം ഉടൻ അനുവദിക്കുമെന്ന് മന്ത്രി KT ജലീലും വ്യക്തമാക്കി. കൊച്ചിയിൽ നടന്ന കേന്ദ്രാവിഷ്കൃത നഗരവികസന പദ്ധതികളുടെ സംസ്ഥാനതല അവലോകന യോഗത്തിലാണ് പദ്ധതി നടത്തിപ്പിലെ കേരള മോഡലിനെ കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി വെങ്കയ്യ നായിഡു പ്രകീർത്തിച്ചത്. പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കേരളം മികവ് പുലർത്തുന്നു. ഇതിൽ കേന്ദ്രം സന്തുഷ്ടരാണ്. കൊച്ചി മെട്രോ വരുന്ന ഏപ്രിലിലൂടെ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് രാഷ്ട്രീയം മറന്നുള്ള പിന്തുണയാകും കേന്ദ്രത്തിൽ നിന്നുണ്ടാകുകയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Kerala has a good record of implementing the schemes because they have a good system. They have good bureaucracy officials also. With regard to Kochi Metro, I am happy to state he has assured me by next April, sir, you can travel by metro. That's what he told me. And I travel. I take you all people also by metro that day. I am assuring you. പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ സ്വന്തം നിലയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര പാർപ്പിട പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. 2017 ജനുവരി 1 കേരളം സ്വച്ഛ് ഭാരത് നഗരമെന്ന ഖ്യാതി കൈവരിക്കുമെന്ന് സംസ്ഥാന തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ വ്യക്തമാക്കി. Kerala is going to be declared as ODF by November 1st of this year. And Swachh Bharat Urban will be declared by January 1st of 2017. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതം ഉടൻ അനുവദിക്കുമെന്നും KT ജലീൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BCCIക്ക് സുപ്രീം കോടതിയിൽ വീണ്ടും തിരിച്ചടി. ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കണമെന്ന മുൻ ഉത്തരവിന്മേൽ BCCI നൽകിയ പുനഃപരിശോധന ഹർജി കോടതി തള്ളി. ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിനെ മാറ്റണമെന്ന ആവശ്യവും കോടതി പരിഗണിച്ചില്ല. BCCIയിൽ ലോധ കമ്മിറ്റി നിർദ്ദേശപ്രകാരമുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്ന ജൂലൈ 18 സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നായിരുന്നു BCCIയുടെ ആവശ്യം. ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് BCCI ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 4-3 സംസ്ഥാന അസോസിയേഷനുകളും സമ്മതിക്കുന്നില്ലെന്നും BCCI കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ചീഫ് ജസ്റ്റിസ് മാറി നിൽക്കണമെന്നും BCCI ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യവും പുനഃപരിശോധനാ ഹർജിയും സുപ്രീം കോടതി തള്ളി. ലോധ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ഇന്നലെ BCCIക്ക് സുപ്രീം കോടതിയിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് BCCI കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പുനഃപരിശോധനാ ഹർജി തള്ളിയതോടെ ലോധ കമ്മിറ്റിയുടെ മുഴുവൻ ശുപാർശകളും BCCI അംഗീകരിക്കേണ്ടതായി വരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. കാവേരി നദീജല വിഷയത്തിൽ കർണാടകയ്ക്ക് വീണ്ടും തിരിച്ചടി. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ദിനംപ്രതി 2000 ക്യൂസെക്സ് ജലം തമിഴ്നാടിന് വിട്ടു നൽകാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇരു സംസ്ഥാനങ്ങളും സമാധാനവും സൗഹാർദ്ദപരവും ഉണ്ടാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസ് അടുത്ത ദിവസം പരിഗണിക്കും. മാധ്യമപ്രവർത്തകർക്കെതിരെ അഭിഭാഷകർ നടത്തുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധവുമായി നിയമ വിദ്യാർത്ഥികൾ. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികൾ പ്രകടനവും തെരുവു നാടകവും സംഘടിപ്പിച്ചു. കോടതി ആരുടെയും സ്വകാര്യ സ്വത്തല്ല, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുക,
തൂലിക പടവാളാകട്ടെ, ക്യാമറ കണ്ണ് തുറക്കട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അവരുടെ അവകാശമാണ് മാധ്യമധർമ്മം, ഫ്രീഡം ഓഫ് പ്രസ് എന്നുള്ള അവരുടെ അവകാശമാണ്. അതിനെതിരെ അഭിഭാഷകരല്ല മറ്റാരും ആയിക്കോട്ടെ അവരെ കയ്യേറ്റം ചെയ്യാനും അവരെ മർദ്ദിക്കുവാനും ഇവിടെ അനുവദിക്കുന്നത് ഇത് നമ്മൾ പോകുന്നത് ഒരു വലിയ നാശത്തിലേക്കായിരിക്കും. മാധ്യമപ്രവർത്തകർക്കെതിരായ അഭിഭാഷക തേർവാഴ്ച അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തെരുവ് നാടകവും സംഘടിപ്പിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമപ്രവർത്തകർ അഭിഭാഷകരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിയമം കൈയാളുന്ന ഈ വിഭാഗം ഇത്തരത്തിൽ അധപ്പതിച്ച രീതിയിലേക്ക് പോകുന്ന ഒട്ടും സ്വീകാര്യമായ ഒരു കാര്യമല്ല. ഒരു കാരണവശാലും ജനാധിപത്യത്തെ മാധ്യമങ്ങളുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരിക്കലും ആശ്വാസകരമായ കാര്യമല്ല. ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളുടെ പ്രസക്തി ഓർമ്മിപ്പിച്ച നിയമ വിദ്യാർത്ഥികൾ മാധ്യമപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒന്നാം മാറാട് കലാപത്തിലെ 7 പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. 2002 ശ്രീജിത്ത് കൊലക്കേസിലെ പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പ്രതികൾ കൊലപാതകം നടത്തിയെന്നത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വിധിന്യായത്തിൽ പറഞ്ഞു. എന്നാൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് 5 വർഷം വീതം തടവ് ശിക്ഷ പ്രതികൾ അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കേന്ദ്രത്തിൽ നിന്നുള്ള അരിവിഹിതം കുറഞ്ഞതാണ് ചിലയിടങ്ങളിൽ APL വിഭാഗത്തിനുള്ള അരി വിതരണം മുടങ്ങാൻ കാരണമെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. റേഷൻ വിതരണം താറുമാറാകുന്ന സ്ഥിതി ഉണ്ടാകില്ലെന്നും ഭക്ഷ്യമന്ത്രി ഉറപ്പു നൽകി. നവംബർ 1 NFS പ്രകാരമുള്ള അരി കൊടുക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് പുതിയ കാർഡ് വിതരണമില്ല. അന്ന് കേന്ദ്രം പറഞ്ഞത് പഴയ കാർഡിൽ ഈ പ്രയോറിറ്റി ലിസ്റ്റ് പ്രകാരമുള്ള ആളുകൾക്ക് NFS എന്ന് സീൽ ചെയ്ത് ആ റേഷൻ കാർഡ് വെച്ചുകൊണ്ട് അരി കൊടുക്കാനാണ്. ആ പദ്ധതി പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. NFS അങ്ങനെ നവംബർ 1 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. ഒരു റേഷൻ കാർഡ് ഉടമ റേഷൻ കടയിൽ ചെന്നാൽ ഗവൺമെൻറ് എത്ര കിലോ അരിയാണോ ഗോതമ്പാണോ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്, ആ അരിയും ഗോതമ്പും അല്പം പോലും കുറയാതെ, ഒരു തരി പോലും കുറയാതെ അവർ കൃത്യമായി ലഭ്യമാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വാർത്തകളിലേക്ക്. റബ്ബർ വില തകർച്ച മൂലം സംസ്ഥാനത്ത് റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് നിയമസഭയിൽ ചർച്ച വേണമെന്ന KM മാണിയുടെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. റബ്ബർ കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മന്ത്രി സുനിൽകുമാർ സഭയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച പിടിച്ചു നിർത്തണം, റബ്ബർ കർഷകർക്ക് വേണ്ടി നല്ലൊരു പദ്ധതി പ്രഖ്യാപിക്കണം, കർഷകരുടെ പെൻഷൻ മുഴുവനായി നൽകാൻ നടപടി സ്വീകരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF വിട്ട KM മാണി ആദ്യമായി അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത്. കോൺഗ്രസ് ഗവൺമെന്റ് ചിദംബരം എന്താണ് ചെയ്തത്? ചിദംബരമാണ് വാസ്തവത്തിൽ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയും ഇറക്കുമതി സുഗമമാക്കുകയും ചെയ്യുവാൻ വഴി തെളിച്ചത് കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റിൽ ഇരുന്ന ചിദംബരമാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ റബ്ബർ കർഷകർക്കായി പ്രഖ്യാപിച്ച 500 കോടി രൂപയിൽ 284.41 കോടി രൂപ കർഷകർക്കായി വിനിയോഗിച്ചുവെന്ന് മറുപടി പറഞ്ഞ മന്ത്രി VS സുനിൽകുമാർ സഭയെ അറിയിച്ചു. കർഷക പെൻഷൻ ലിസ്റ്റിലെ അപാകത പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിൽ മാറ്റം വന്നാൽ കർഷകരുടെ പ്രതിസന്ധി പൂർണ്ണമായും ഇല്ലാതാകുമെന്നും മന്ത്രി പറഞ്ഞു. മുൻമന്ത്രി ചിദംബരത്തിൻ്റെ തെറ്റായ നയങ്ങളാണ് റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന KM മാണിയുടെ പ്രസ്താവനയിൽ സന്തോഷവും പിന്തുണയും മന്ത്രി VS സുനിൽകുമാർ രേഖപ്പെടുത്തി. റബ്ബർ വിലയിടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിക്കുന്ന നയങ്ങളാണ് റബ്ബർ കൃഷിക്കാരെ ഗുരുതരമായി ബാധിക്കുന്നതെങ്കിലും ഈ ഗവൺമെന്റ് വന്ന ശേഷം റബ്ബർ കൃഷിക്കാരുടെ കാര്യത്തിൽ ഗൗരവമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 500 കോടി രൂപ വകയിരുത്തുകയും 283 കോടി രൂപ ഇതിനകം തന്നെ കൃഷിക്കാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. സാർ, മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബാർക്കോഴ കേസിൽ ADGP ശങ്കർ റെഡ്ഡിക്കെതിരെ വിജിലൻസ് ഹൈക്കോടതിയിൽ സത്യാമൂലം സമർപ്പിച്ചു. വിശദാംശങ്ങളുമായി KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ധന്യ, ബാർക്കോഴ കേസിന്റെ അന്വേഷണ വേളയിൽ ADGP ശങ്കർ റെഡ്ഡി പല ഘട്ടങ്ങളിൽ ഇടപെട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് വിജിലൻസ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്.
SP സുകേഷിനെതിരെ, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുകേഷിനെതിരെ അന്വേഷണ വേളയിൽ സുകേഷിനെ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനമായി വിജിലൻസിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. മാത്രമല്ല, സുകേഷിന് ഈ അന്വേഷണ ഘട്ടത്തിൽ 2 തവണ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടേണ്ടി വന്നു. ഇത് ശങ്കർ റെഡ്ഡിയുടെ ഇടപെടൽ മൂലമാണ് എന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. എല്ലാറ്റിനും ഉപരിയായി തന്റെ ആജ്ഞാനുവർത്തിയാക്കാൻ ശങ്കർ റെഡ്ഡി ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് വിജിലൻസ് കൃത്യമായി പറയുന്നത്. അതിലൊരു ഉദാഹരണം, 2 സാക്ഷികളുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു ബാർക്കോഴ കേസിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സാക്ഷികളാണ്. ഒന്ന് ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയും കോട്ടയത്തെ ഒരു ബാർ ഉടമയായ സജു ഡൊമിനിക്. ഈ 2 പേരുടെയും KM മാണിക്കെതിരെ ശക്തമായ മൊഴികളാണ് ഇവർ തന്നിരുന്നത്. എന്നാൽ ഇവർ മൊഴി തന്ന എല്ലാ ഘട്ടത്തിലും ശങ്കർ റെഡ്ഡി സംശയം രേഖപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ഈ ബാർക്കോഴ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി എന്ന രീതിയിൽ ശങ്കർ റെഡ്ഡി ഇടപെട്ടു എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. നേരത്തെ ശങ്കർ റെഡ്ഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതായത് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു ബാർക്കോഴ കേസിൽ അട്ടിമറി നടന്നു, അത് അന്വേഷിക്കണം എന്ന് നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശങ്കർ റെഡ്ഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതില് മറുപടി സത്യവാങ്മൂലം ശങ്കർ റെഡ്ഡി നൽകുകയുണ്ടായി. മറുപടി സത്യവാങ്മൂലം സർക്കാർ നൽകുകയുണ്ടായി. ഈ സത്യവാങ്മൂലത്തിലാണ് ഇത്തരത്തിൽ ശങ്കർ റെഡ്ഡി കേസിൽ ഇടപെട്ടതായുള്ള വിവരങ്ങൾ ഉള്ളത്. ബാർക്കോഴ കേസിൽ ശങ്കർ റെഡ്ഡിക്കെതിരെ വിജിലൻസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. KM ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.